ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നേ. എനിക്കിന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് സ്കൂളിൽ ലീവായിരുന്നു. അച്ഛന് ഉച്ചയ്ക്ക് ശേഷം ലീവായിരുന്നു. വീട്ടിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഗോവയിലുള്ള നാച്ചുറൽ ഹാർമോണിയിൽ അറിഞ്ഞ റിസോർട്ടിലേക്ക് പോയി. അവിടെ നിന്ന് തിരക്കൊക്കെ കുറവായിരുന്നു. അവിടെ കുറേ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അനിയനും കുറേ അവിടെ നിന്നൊക്കെ കളിച്ചു. അവിടെ ഞങ്ങൾ ചുറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഗോവയിൽ വന്നതിന് ശേഷം റിസോർട്ടിലൊക്കെ ഇരുന്ന്. ഇവിടെ അച്ഛൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ നിന്നൊക്കെ കളിക്കാൻ. ഞാൻ കളിക്കുന്ന കണ്ട് അനിയനും കുറേ കളിച്ചു. പിന്നെ വെയിലത്തൊറ്റയ്ക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പോവായിരുന്നു. പക്ഷെ ഞങ്ങൾ വിട്ടില്ല. വീട്ടിലൊരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്, അതാന്ന് വിചാരിച്ചിട്ടാണ് അനിയ ഇറങ്ങുന്നത്. വെയിലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഒന്നും കൂടി അവിടെ കറങ്ങി കാണാനൊക്കെ പോയി. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പൂളിലിറങ്ങുക. ഫുഡിനൊക്കെ ഓർഡർ ചെയ്യാൻ പോയി. അനിയൻ ഞങ്ങളെക്കാട്ടും വേഗത്തിൽ വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ. അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നേയില്ലായിരുന്നു. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നപ്പോൾ അവൻ കഴിക്കാനൊക്കെ കുറച്ച് കയറി കേട്ടോ. അച്ഛൻ കൈ കൊണ്ട് നടന്നാണ് വെള്ളത്തിലോട്ടൊക്കെ. അവന് മുങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ. അന്ന് ആ റിസോർട്ടിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ ജോലിക്കാരും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം കളിക്കാനായി. അവിടെ വളർത്തുന്നൊരു നായ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ടപ്പോൾ എനിക്കൊക്കെ പേടിയായി വെള്ളത്തിലോട്ട് ചാടുമെന്ന്. പിന്നെ അവർ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി അതിനെ. രാത്രി ലൈറ്റൊക്കെ ഇട്ടപ്പോൾ പൂളിൽ കളിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ബില്ലൊക്കെ കൊടുത്ത് കോട്ടേഴ്സിലേക്ക് പോന്നു. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേഴ്സ് അവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. കോട്ടേഴ്സിലേക്ക് എത്താനായപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കേക്കൊക്കെ വാങ്ങി ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ റോഡ് നല്ലതായതുകൊണ്ട് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ വേഗം കോട്ടേഴ്സിലെത്തി. നല്ല റിസോർട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ കോട്ടേഴ്സിലെത്തിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്കൊക്കെ മുറിച്ച്. അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കേക്കൊക്കെ കൊടുത്ത്. സാധാരണ ഋഷിമോ വരുമ്പോഴൊക്കെ ഉറങ്ങിപ്പോവാറൊക്കെ ഉണ്ട്. ഇന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ബായ്, ഇനി അടുത്ത വീഡിയോയുമായി വരാം.